ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഹൈറിച്ചിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നവരും അതിനെക്കുറിച്ച് വോയിസ് ഇറക്കുന്നവരെ കുറിച്ചൊക്കെ നമുക്ക് ഭയങ്കര അതിശയപ്പെടുത്തുന്ന ആൾക്കാരാണ് അവരൊക്കെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കോടതി എന്നുള്ള കോടതിയുടെ വിധിയെയോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തെയോ ഒരു വളച്ചൊടിച്ച് നമുക്ക് തന്നെ ആശ്ചര്യമായി പോകും. എങ്ങനെയാണ് ഇവർ ഇതിങ്ങനെ പറയുന്നത്? ഇവർക്ക് എത്ര അതിൻ്റെ പ്രൂഫുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അത് വേറെ രീതിയിൽ ഉൾട്ട ആയിട്ട് മാത്രമേ പറയൂ. അപ്പം ഇന്ന് ചെറിയൊരു വാട്സപ്പിലുള്ള ഒരു മലയാള കട്ടിങ് കാണാനിടയായി. അപ്പം അതിലിങ്ങനെയാണ് പറയുന്നത്, ഹൈറിച്ചിനെ ബൂട്ടാൻ വേണ്ടി, ഹൈറിച്ച് എന്നുള്ളത് ഹൈച്ചിനെയാണ് എഴുതിയിരിക്കുന്നത്, ഹൈച്ചിനെ ബൂട്ടാൻ വേണ്ടി നടക്കുന്നവർ. അതിൽ തന്നെ മനസ്സിലായില്ലേ? ഭൂട്ടാനല്ല, സിക്കിം. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. അക്ഷരാഭ്യാസം എന്ന് പറയുന്നത് മലയാളം എഴുതാൻ പോലും അറിയില്ല. പിന്നെയല്ലേ ഇംഗ്ലീഷിലുള്ള കോടതിയുടെ ജഡ്ജിമെന്റ് അയച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ പോലീസിന്റെയോ അല്ലെങ്കിൽ EDയുടെയൊക്കെ നോട്ടീസൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇവർ എന്ത് വായിച്ച് നോക്കടാന്ന് പറയുന്നതിൽ എന്താ കാര്യമുള്ളത്? മഹാഅബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഅബദ്ധം. എങ്ങനെയാണ് ഇത്ര മണ്ടന്മാർ ഒരു തട്ടിപ്പ് കമ്പനിയുടെ കീഴിൽ അടിഞ്ഞു കൂടിയതെന്ന് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്.